തെരുവുനായ കടിച്ച് പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ അത് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും വീണ്ടും തെരുവുനായ ആക്രമണത്തിന്റെ വാർത്ത നിത്യേനയെന്നോണം എല്ലായിടത്തു നിന്നും വരികയാണ്. ഇന്നലെ സുപ്രീം കോടതിയുടെ ഗൗരവതരമായി ഇടപെടലിന്റെ വാർത്ത നമ്മൾ കണ്ടതാണ്. ഡൽഹിയിലെ തെരുവുനായ്ക്കളെ അടിയന്തരമായി ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. ഇനി ഹർജിയുമായി വന്നാൽ മൃഗസ്നേഹികൾക്കെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്ന ഭീഷണി സ്വരം പോലും കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരം കർശനമായ ഇടപെടലുകൾ വേണ്ടിവരുന്ന സാഹചര്യമാണ്. കേരളത്തിലെ കണക്കുകളുമാകെ ഞെട്ടിക്കുന്നതാണ്. ഇന്നും നിരവധി ഇടങ്ങളിൽ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളും വിവരങ്ങളും എല്ലാം വരുന്നുണ്ട്. ചില കണക്കുകൾ, ആ കണക്കുകൾ എന്താണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം സ്ഥിതി എന്നത് വിശദീകരിക്കുന്നുണ്ട്. ആ കണക്കുകൾ നമുക്ക് ആദ്യം വിശദമായി തന്നെ ഒന്ന് നോക്കാം. തെരുവുനായ്ക്കളെ സൂക്ഷിക്കുക എന്ന് നമ്മൾ പറയുന്നത് ലാഘവ ബുദ്ധിയോടുകൂടി പറയുന്നില്ല. അത്രമേൽ ഗൗരവതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോവുകയാണ്. 2014 മുതൽ ഒരു 10 വർഷത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2014 മുതൽ 2025 ഏപ്രിൽ വരെ കടിയേറ്റത് 22,52,000 പേർക്കാണ് എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. കഴിഞ്ഞ 7 മാസങ്ങളിൽ കടിയേറ്റത് 1.5 ലക്ഷത്തിലധികം പേർക്ക്. നേരത്തെയൊക്കെ ഇത്രയധികം പേർക്ക് ഒരു വർഷമായിരുന്നു കടിയേൽക്കുന്നതെങ്കിൽ ഇപ്പോൾ 7 മാസം തന്നെ 1 ലക്ഷത്തിലധികം പേർക്ക് കടിയേറ്റു എന്ന വിവരമാണ്. 11 വർഷത്തിനിടെ നായയുടെ കടിയേറ്റ് മരിച്ചത് 160 പേരാണ് നമ്മുടെ നാട്ടിൽ. 2022 സർവേ പ്രകാരം കേരളത്തിലെ തെരുവുനായ്ക്കളുടെ എണ്ണം അത് 2,90,000 വേഗത്തിൽ ഇരട്ടിക്കുന്നു. തെരുവുനായ്ക്കളുടെ എണ്ണം സംഖ്യ എന്നത് വ്യക്തമാക്കുന്ന കണക്കുകൾ ഉൾപ്പെടെ സർക്കാരിന്റെയും കോടതികളുടെയും ഒക്കെ മുന്നിൽ പരിഗണനയ്ക്കായി വന്നതാണ്. മാത്രമല്ല, അടുത്തൊരു കണക്കിലേക്ക് വന്നാൽ തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ 17ാം സ്ഥാനത്താണ് നമ്മൾ. ഇന്നലെ ഡൽഹിയിലെ ഉൾപ്പെടെ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ട കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. കേരളം 17ാം സ്ഥാനത്താണ്. 20,000-ന് മേലെയാണ് 2022 സർവേ പ്രകാരം ഉണ്ടായിരിക്കുന്ന വർധനവ്. ഇനി വിശദമായ മറ്റൊരു കണക്ക് കൂടി. കടി കിട്ടിയവരുടെ കണക്കാണ് ഈ കാണുന്നത്. ഓരോ വർഷവും തെരുവുനായ്ക്കളുടെ കടിയേറ്റവർ 2014 1,19,000 പേർ, 2015 1,22,000 പേർ, 2016 1,30,000 പേർക്ക് കടിയേറ്റു, 2017 1,36,000 പേർക്ക് കടിയേറ്റു, 2018 1.49 ലക്ഷം, 2019 1.61 ലക്ഷം, 2020 മുതലൊക്കെ ഈ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാവുകയാണ്. 2020 1,61,000 പേർക്കാണ് കടിയേറ്റത്. പക്ഷേ 2021 അത് 2,21,000 വർദ്ധിച്ചു. 2022 2,94,000 പേർക്കാണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റത്. 2023 3 ലക്ഷം കടന്നിരിക്കുകയാണ്. 2023 3,06,000 പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റു എന്നാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഡേറ്റകളിൽ തന്നെ സൂചിപ്പിക്കുന്നത്. 2024 കണക്ക് നേരത്തെ പറഞ്ഞല്ലോ, 3,17,000 പേർക്ക്, അതായത് കഴിഞ്ഞ 2 വർഷം 3 ലക്ഷത്തിലധികം പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്. എന്നാൽ 22-21 വർഷത്തിൽ തന്നെ അത് ഉയർന്നു വരുന്നത് കാണാമായിരുന്നു 2 ലക്ഷത്തിന് മുകളിലേക്ക്. അതാണിപ്പോൾ 3 ലക്ഷത്തിന് മുകളിൽ ആളുകൾക്ക് ഒരു വർഷം കടിയേൽക്കുന്നു എന്ന ആശങ്കാജനകമായ ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനിടയിൽ കോഴിക്കോട്ട് എന്നൊരു വാർത്ത കൂടിയുണ്ട്. കോഴിക്കോട് തിരുവനായ സ്ഥലത്തിൽ പൊറുതിമുട്ടുകയാണ് അവിടുത്തെ ജനങ്ങൾ. വളയം വാണിമേൽ മേഖലയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 19 പേരെയാണ് തെരുവുനായ്ക്കൾ കടിച്ചു കീറിയത്. ABC ചട്ടപ്രകാരമുള്ള വന്ധ്യീകരണം ശാശ്വതമല്ലെന്നും തെരുവുനായ ശല്യത്തിന് പരിഹാരം അടിയന്തരമായി വേണം, തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇടപെട്ട് അടിയന്തരമായി വേണമെന്നാണ് അവിടുത്തെ ആളുകൾ ആവശ്യപ്പെടുന്നത്. രാത്രിയിലൊക്കെ പട്ടിശല്യ. ഇവിടെ ഒരു സ്ത്രീ ഇവിടുന്ന് രാത്രി അതിലാണ്ട് പോയതാ. അയ്മൻ്റെ കാലിന് കടിച്ച്, വേറെ ഒരു അണ്ണാച്ചി പെണ്ണ് കാലിൽ ഇവിടുന്ന് കടിച്ച്, ഒരു 10 ആളെ പോലെ ആ നായി കടിച്ചു കയറി. ഇപ്പം പോയി കഴിഞ്ഞാൽ ആൾക്ക് പേടിയാൻ പോകാൻ. പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ പേടിയാവും. ആൾ ഒഴിഞ്ഞു പോകണം പെട്ടെന്ന് പേടിച്ചിട്ട്. ABC സെൻറ്റർ കൊണ്ടൊന്നും ഒരു പ്രയോജനമൊന്നുമില്ല. കാരണം എത്രയെന്ന് വെച്ചിട്ടാണ് ഈ വന്ധ്യീകരിക്കുക? അതൊന്നും പ്രാക്ടിക്കലല്ല. കൊല്ലുക തന്നെ, പാണ്ടടിച്ചു കൊല്ലല്ലേ, അതേപോലെ കൊല്ലുക. ഈ സമ്പ്രദായമില്ല. ആദ്യകാലങ്ങളിലൊക്കെ ഇതിനൊരു വണ്ടി വന്ന് അതിനെ പിടിച്ച് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് നാട് കടത്തിട്ട് അതിനൊരു പ്രത്യേക സെറ്റപ്പിലൊക്കെ ഇടലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണില്ല. ദിവസം രാവിലെ റോട്ടിലൂടെ നടക്കുമ്പോൾ എല്ലാ ഭാഗത്തും കുട്ടികൾക്ക് പോകുമ്പോൾ സ്കൂൾ സമയത്തും ഏത് സമയത്തും അതിൽ 10 പട്ടികൾ ചിലപ്പോൾ നല്ലതായിരിക്കും, 11ാമത്തായിരിക്കും അത് മോശം. ആ 11ാമത്താണ് ഈ ആക്രമണ സ്വഭാവം കാണിക്കുന്നത്. തെരുവുനായ ശല്യം അത് ശാശ്വതമായി പരിഹരിക്കപ്പെടൽ എന്നതിനപ്പുറത്ത് ഒരു ചെറിയ ഇടപെടലെങ്കിലും, ഒരു ചെറുവിരൽ അനക്കമെങ്കിലും ഈ തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് ഉണ്ടാകാതെ പോകുന്നത് എന്ന ചോദ്യം കഴിഞ്ഞ കുറേ കാലമായി മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. പല ന്യായീകരണങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്ത് വരുന്നത്, സർക്കാരിന്റെ ഭാഗത്ത് വരുന്നത്. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാരാണെങ്കിൽ ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല എന്ന നിലയിൽ വിഷയത്തെ ലഘൂകരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ ഇതിനുവേണ്ടിയുള്ള
പദ്ധതിക്ക് പണം ഉണ്ടോ? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇടപെടാനുള്ള കർശനമായ നിർദ്ദേശമുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ പരിഗണനയ്ക്ക് വരുന്ന തെരുവുനായ എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് ഇടപെടലിൽ മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നത്? ശ്രീ ജോസ് മാവേലി, പൊതുപ്രവർത്തനം നമുക്കൊപ്പം. ശ്രീ ജോസ് മാവേലി, ഞെട്ടിക്കുന്ന കണക്കുകളാണ് നേരത്തെ ആദ്യം ഞാൻ അവതരിപ്പിച്ചത്. നോക്കൂ, കഴിഞ്ഞ വർഷം 2024 3 ലക്ഷത്തിലധികം പേർക്ക് കടിയേറ്റു. 2023 3 ലക്ഷത്തിലധികം പേർക്ക് കടിയേറ്റു. 2021 22 2 ലക്ഷത്തിന് മുകളിലാണ്. അതിനു മുൻപ് 1.5 ലക്ഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്രമമായി ഭീതിയുടെ കണക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? ഇവിടെ ഇന്നൊരു വലിയ സന്തോഷ വാർത്ത. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ലൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ തെരുവ് പട്ടികളെ മുഴുവനും ഷെൽട്ടറാക്കാനായിട്ട്, അതും നിസ്സാര സമയം കൊണ്ട് 8 ആഴ്ച കൊണ്ട് മുഴുവൻ പട്ടികളെയും തെരുവിൽ നിന്ന് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഷെൽട്ടറാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു വിധിയാണത്. ഈ വിധിനെ ആദ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും 99% ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാതൃഭൂമി ചാനലിൽ ഈ ജനരക്ഷയ്ക്കായുള്ള ഈ വിഷയം ഏറ്റെടുത്തതിന് അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു അപേക്ഷ, അല്ലെങ്കിൽ ഇത് എത്രാമത്തെ തവണയാണ് ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുന്നത്? കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ എത്ര പരമ്പരകൾ ചെയ്തു. ABC കേന്ദ്രങ്ങൾ ഇപ്പോൾ ചവറുകൂനയായി കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു, ഈ കണക്കുകൾ എത്തിച്ചു. പക്ഷേ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. അങ്ങ് പറഞ്ഞ പോലെ ഇന്നലെ സുപ്രീം കോടതിയുടെ വളരെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായി. അത്തരമൊരു ഇടപെടലിലൂടെ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാര മാർഗമെങ്കിലും ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും മാതൃഭൂമി ചാനലിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെപ്പോലുള്ള എല്ലാ ചാനലും ഒരുമിച്ച് നിൽക്കണം. മനോരമ ചാനലും ബാക്കി എല്ലാ ചാനലും ഒരുമിച്ച് കട്ടയ്ക്ക് നിന്നുകൊണ്ട് ഇതിന് പരിഹാരം കാണണം. ജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നതാണ്. കേരള ജനങ്ങളെല്ലാവർക്കും ഒരഭിപ്രായമുള്ളത്. 99.9% ജനങ്ങൾക്കും ഒരഭിപ്രായമുള്ളത്. തെരുവ് പട്ടികളെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റണം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തെരുവ് പട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി നല്ലൊരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ തെരുവ് പട്ടികളെ ഷെൽട്ടറാക്കാനായിട്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിച്ചു നിൽക്കുന്നത്? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത് മൗനം വെടിയാത്തത്? ഇതിനകത്തൊക്കെ ഒരു അജണ്ടയുണ്ടെന്നാണ് എനിക്ക് സംശയം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ ഞാൻ കുറ്റം പറയുകയാണ്. അവരാരും മിണ്ടുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ മെയിൻ ആൾക്കാർ, അവരും മിണ്ടുന്നില്ല. SFI, DYFI, KSU, യൂത്ത് കോൺഗ്രസ്, അതായത് യൂത്ത് വിപ്ലവ പാർട്ടികൾ ആരും അനങ്ങുന്നില്ല. അപ്പോൾ ഇവർക്ക് സമരങ്ങൾ വേണ്ട, അനാവശ്യ സമരം ചെയ്യുന്നുണ്ട്. ഏറ്റവും ജനങ്ങളുടെ രക്ഷയ്ക്കുള്ള സമരം ചെയ്യുന്നില്ല. കഴിഞ്ഞ ഒരു മാസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 3 മാലാ കൊച്ചുമക്കള് തെരുവ് പട്ടി കടിച്ച് കീറി, അതിനുശേഷം പേ വിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ട് അത് 3 പേ പിടിച്ച് ആ 3 മാലാ കൊച്ചുങ്ങൾ പേ പിടിച്ച് മരിച്ചിരിക്കുകയാണ്. എന്തൊരു സങ്കടം! ഇതൊക്കെ കണ്ണു തുറക്കുന്നത്. എന്നിട്ട് ഇവരാരും മിണ്ടുന്നില്ല. അതാണ് ഏറ്റവും കഷ്ടം. ഈ ഭയം ഇരട്ടിക്കുന്ന കുട്ടികൾ മരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ വിഷബാധ ഉണ്ടായി അതിൽ ചികിത്സ എടുത്തിട്ടും വാക്സിൻ എടുത്തിട്ടും മരണം സംഭവിക്കുന്നു. അപ്പോൾ നമുക്കങ്ങനെ ഒരു ചെറിയ പ്രശ്നമായി ഇതിനെ കാണാൻ കഴിയില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കണോ, അതോ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ ഇടപെടുമോ? അതല്ല ഈ പരിസ്ഥിതി സ്നേഹം എന്ന് പറയുന്നത് പോലെ, മൃഗസ്നേഹം എന്ന് പറയുന്നത് പോലെ ഇതിന്റെ അതിരുകൾ വേർതിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ടോ നമ്മുടെ സംവിധാനങ്ങൾക്കും സംഘടനകൾക്കും? ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹി മോഡലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാം. ഒന്ന്, ഡൽഹി മോഡൽ കേരളത്തിൽ ആക്കി തരാൻ പറഞ്ഞൊരു ഓർഡർ മേടിക്കാം. 1. 2, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവർക്ക് അധികാരം കൈമാറണം എത്രയും പെട്ടെന്ന്. നിങ്ങൾ തെരുവ് പട്ടികളെ മുഴുവൻ ഷെൽട്ടറാക്കുക, ഡൽഹി മോഡലാക്കുക എന്നൊരു പ്രസ്താവന ഇറക്കിയാൽ മതി. വളരെ പെട്ടെന്ന് കാര്യം നടക്കും. ഇവിടെ ഇവർ 2 കൂട്ടരും, അതായത് LDF ഉം UDF ഉം ഒരു അജണ്ട വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിത് ബാധിക്കുന്നില്ല. തെരുവ് പട്ടികൾ കടിച്ചു കഴിഞ്ഞാൽ ഉടനെ മേനകാ ഗാന്ധിയെയാണ് എല്ലാവരും ശപിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ മേനകാ ഗാന്ധിനെ ഒരാൾ ശപിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കളൊക്കെ കടി കൊണ്ട് ചാവണോ? എന്തൊരു കഷ്ടമാണ്. അപ്പോൾ അവർക്ക് BJP വളരാണ്ടിരിക്കാൻ വേണ്ടി ഇവർ 2 കൂട്ടരും സൈലൻ്റാണ്. ഞാൻ ഈ 2 കൂട്ടരെയും കുറ്റം പറയാണ്. നമുക്ക് വേണ്ടത് ഒരു ജനകീയ മുന്നേറ്റം. കേരളത്തെ രക്ഷിക്കാൻ വേണമെങ്കിൽ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ജനകീയ സമരം നടത്തണം. ഒരു വിമോചന സമരം തന്നെ വേണ്ടി വരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി കണ്ണ് തുറക്കൂ. ഇടപെടലുകൾ അനിവാര്യമായി വരികയാണ്. ആ വിഷയത്തിന്റെ ഗൗരവം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്, ബോധ്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥ തുടരുകയാണ്. തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥ തുടരുകയാണ്. നമ്മുടെ വിവിധ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥ തുടരുകയാണ്. തെരുവുനായ്ക്കളെ ശാസ്ത്രീയമായി തെരുവുനായ്ക്കളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നത് എങ്ങനെ? അപകടരഹിതമായ തെരുവുകളിലൂടെ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്, അത്തരമൊരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി പക്ഷേ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നതാണ് ഖേദകരമായ കാര്യം.
അങ്ങ് തുടരുക. ഇപ്പോൾ തെരുവുനായ ശല്യം സംസ്ഥാനത്താകെ രൂക്ഷമാണ്. വിവിധയിടങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നേരത്തെ കോഴിക്കോട്ടെ സാഹചര്യം, അതിന്റെ കുറച്ച് വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി കാസർഗോഡേക്ക് വന്നാൽ കാസർഗോഡും ദിനം പ്രതി നായയുടെ ശല്യം ഏറി വരുന്നു. കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കുറേ ഗ്രൂപ്പായിട്ടാണ് അവിടെ കോടതിൻ്റെ അവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഈ കളക്ടറേറ്റിൻ്റെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഗ്രൂപ്പ്, ഗേറ്റിൻ്റെ അവിടെ ഗ്രൂപ്പ്. അപ്പോൾ ആൾക്കാർ പോകുമ്പോൾ അവിടുന്ന് ആൾക്കാരെ നോക്കിയിട്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയിൽ പോകണമെങ്കിൽ വണ്ടിയിൽ പിന്നാലെ ഓടും. പിന്നാലെ ഓടുമ്പോൾ ചില ആൾക്കാർ പേടിച്ച് പോകും, പേടിച്ചിട്ട് വണ്ടി മറിഞ്ഞു വീഴും. അതിലാണെങ്കിൽ ഇപ്പോൾ ഈ പിന്നിൽ കൂടെ ഒന്ന് കടിക്കുക. അപ്പോൾ ഈ ഭക്ഷണം ചിലർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അതിന് പറ്റുന്നില്ലല്ലോ. ഈ വേസ്റ്റ് അതൊന്നും കഴിച്ചിട്ട് ഇപ്പോൾ നിറയെ കൂടിയിട്ടുണ്ട്. രാത്രിക്ക് ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ രാത്രി ഞങ്ങളുടെ സ്വഭാവമാകും. രാത്രിക്ക് ഒറ്റയ്ക്ക് ഒരാൾ പോവുകയാണെങ്കിൽ വടിയും കൊണ്ട് പോയി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അറിയാത്ത ആൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല റിസ്ക്കാണത്. ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ കിടക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. മലപ്പുറം നഗരത്തിൽ പക്ഷേ ഒന്ന് ഇരുട്ട് വീണാൽ മതി, പിന്നെ തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ മാറുകയാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളെല്ലാം. എന്താണ് അവിടുത്തെ രാത്രിയിലെ ദൃശ്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്? അവിടെ നിന്നുള്ളൊരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ജനസംഖ്യയിൽ ഒന്നാമതുള്ള ജില്ലയിൽ ഒരു ABC കേന്ദ്രം പോലും ഇതുവരെയും നിലവിൽ വന്നിട്ടില്ല എന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ വിഷയത്തിൽ ആരും ഇടപെടുന്നില്ല എന്ന കാര്യം. കളക്ടറേറ്റ് പരിസരത്ത് രാത്രിയിൽ ഇരുചക്ര യാത്രികർക്കും കാൽനട യാത്രക്കാർക്കും നിരന്തരമായി നായയുടെ കടിയേൽക്കുന്നത് മലപ്പുറത്തെ സ്ഥിരം കാഴ്ചയാണ്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ച പോലെ കാസർഗോട്ടേക്ക് വന്നാൽ കാസർഗോഡ് സാരംഗ് സുരേഷൻ ഉണ്ട്. കാസർഗോഡ് കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരം സമാനമായ വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ സാരംഗ്. അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ വേണ്ടിയുള്ളൊരു ശ്രമമെങ്കിലും നടത്തുന്നുണ്ടോ? രതീഷ്, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ജില്ലയിൽ പല ഭാഗങ്ങളിലും ABC സെൻ്ററുകളും അതുപോലെ തന്നെ ഷെൽട്ടറുകളും നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അത് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന അവസ്ഥ തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനൊന്നും തന്നെ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ അവരൊക്കെ തന്നെ പൂർണ്ണമായും കൈകഴുകി പോകുന്ന ഒരവസ്ഥ തന്നെയാണുള്ളത്. കാസർഗോഡ് നഗരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ സ്റ്റാൻഡ് പരിസരത്താവട്ടെ, KSRTC സ്റ്റാൻഡ് പരിസരത്താവട്ടെ, റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ ആവട്ടെ, അവിടെ രാത്രിയും പകൽ വ്യത്യാസമില്ലാതെ ആളുകൾക്ക് കടിയേൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അതുപോലെ ഉപ്പള മഞ്ചേശ്വരം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും പോലും സ്വതന്ത്രമായി റോഡരികിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്നലെ നമ്മൾ ഒരു 8 വയസ്സുകാരന് നേരെ ഇത്തരത്തിൽ നായയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്. അന്നേരം അതിനുശേഷം ഒന്നും തന്നെ നടപടിയെടുക്കുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞു പോകുമെങ്കിലും പിന്നീട് യാതൊരു തരത്തിലുള്ള നടപടികളിലേക്കും കടക്കുന്നില്ല. ഇവിടെയും നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മേനകാ ഗാന്ധിയിലേക്ക് പഴിചാരി വെച്ച് മുങ്ങാനുള്ള ശ്രമമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അവിടെ സ്ഥിരമായൊരു സംവിധാനമില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ. ആശുപത്രികളിൽ കടിയേൽക്കുന്ന ആളുകളെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതി ആളുകളെ നായ കടിച്ചോട്ടെ എന്നുള്ള ഒരു രീതിയിലേക്ക്, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് തദ്ദേശ സ്ഥാപനവും അധികാരികളും മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന സമീപനമാണ്. ഇത് ഗൗരവമുള്ളൊരു വിഷയമല്ല എന്നൊരു തോന്നലാണ് നമ്മുടെ ജനപ്രതിനിധികൾക്കുള്ളത്, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളത്. ശ്രീ ജോസ് മാവേലി കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ജോസ് മാവേലി, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഇടപെടൽ അത് വളരെ പ്രധാനമായിരുന്നു. ഡൽഹിയിലെ കാര്യത്തിലാണ്. ഷെൽട്ടറുകൾ ഉണ്ടാക്കി അവിടേക്ക് നായകളെ അടിയന്തരമായി മാറ്റണം, 8 ആഴ്ചയ്ക്കുള്ളിൽ എന്നുള്ള കർശന സ്വരം സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായി. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഇവിടെ അങ്ങനെ എന്തെങ്കിലും നടക്കുമോ? ഇവിടെ തീർച്ചയായിട്ടും നടക്കും. വളരെ എളുപ്പമാണ്. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു ഓർഡർ കൊടുക്കുക. അവിടെയുള്ള തെരുവ് പട്ടികളെ നിങ്ങൾ ഷെൽട്ടർ ആക്കുന്ന ആ നിയമം നിങ്ങൾ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞാൽ മതി. പ്രശ്നം തീർന്നു. ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായ? ഇപ്പം ഞാൻ പറയുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഒരു മാതൃക സംഭവം ചെയ്തു. അവിടെ തെരുവ് പട്ടികൾ മനുഷ്യരെ കടിച്ചു കയറി, നിരവധി പേരെ കടിച്ചു കയറി പേ പിടിച്ച് മരിക്കുന്ന അവസരം ഉണ്ടായപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് കുറേ തെരുവ് പട്ടികളെ നിയമം തെറ്റിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ നിയമം തെറ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ്, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ട് നമ്മുടെ പോലീസിനെ കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും സൈലൻ്റ് ആയിരുന്നുകൊണ്ട് അവരെ കേസിൽ പ്രതിയാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കാൻ. എൻ്റെ പേരിൽ, ഞാൻ ഈ രംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നിരവധി തെരുവ് നായ്ക്കളെ മനുഷ്യർ കടിച്ചു കയറുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് എൻ്റെ പേരിൽ 20ഓളം കേസെടുത്താണ്. അപ്പോഴൊന്നും ഇവരാരും മിണ്ടുന്നില്ല. ഞാൻ പറയുന്നത് ആൾക്കാരെ ഇങ്ങനെ കേസിൽ കുടുക്കി അവരെ ഇല്ലായ്മ ചെയ്യുക, തെരുവ് പട്ടികൾ വാഴട്ടെ എന്ന് പറയുന്ന ഈ തെരുവ് പട്ടി സ്നേഹികൾക്ക് വേണ്ടി എന്തിനാണ് ഭരണകൂടം ഇങ്ങനെ മാറിപ്പോണത്? എന്ത് ഭരണമെന്ന് പറയണേ? ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ആട്, കോഴി, താറാവ് എന്നീ വളർത്തി നടക്കുന്ന അവരെ ജീവിതം മുഴുവൻ പോയി. എല്ലാവരും നിരാശയിലാണ്. ഇപ്പോൾ സാധാരണക്കാർക്ക് ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? ഇനി നടക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ തോക്കോ അല്ലെങ്കിൽ വലിയ വടിയെങ്കിലും വേണം. ലാത്തിയില്ലാതെ പുറത്തു പോകാൻ പറ്റുന്നില്ല. ആരാണ് സെക്യൂരിറ്റി തരുന്നത്? അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നത്തെ ഈ സന്തോഷ വാർത്ത ഡൽഹി മോഡലാക്കുക എത്രയും പെട്ടെന്ന് നല്ലൊരു അവസരമാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സാക്ഷിയുണ്ടെങ്കിൽ മോഡലാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്
വ്യാപകമാണ്. ആ അവസരത്തിൽ സർക്കാർ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ശ്രീ ജോസ് മാവേലി ചോദിക്കുന്നത്. നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ. നേരത്തെ മലപ്പുറത്തെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. അവിടെ ജനസംഖ്യയിൽ മുന്നിലുള്ള ജില്ലയായിട്ട് പോലും, ഒന്നാമതുള്ള ജില്ലയായിട്ട് പോലും ഒരു ABC കേന്ദ്രം പോലും പേരിന് പോലും മലപ്പുറത്ത് തുറന്നിട്ടില്ല. മറ്റു ചില പ്രതികരണങ്ങൾ കൂടി. പത്ത് നഷ്ടമുണ്ട്, രാത്രിയും പകലും ഒക്കെ ഉണ്ട്. ക്യാൻറ്റീൻ ചുറ്റോട്ട് ഇഷ്ടംപോലെ ആയുണ്ട്. മറ്റേ ഷെഡിലേക്ക് ഒരുപാട് പട്ടി പെറ്റി കിടപ്പുണ്ട്, ശല്യമുണ്ട്. ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ തന്നെ വടി കൊണ്ട് വന്നത്. രാത്രി ഒറ്റ കിട്ടിയ കഴിക്കാൻ വരും, പകല് കുഴപ്പമില്ല, രാത്രി വന്നപ്പാടാണ്. ഭയങ്കര ശല്യമാണ്. ഒരു പാത്രം നമ്മൾ പാല് കവർ പോലും കൊണ്ട് ഇതിന് പോകാൻ കഴിയൂല, മേലക്ക് ചാടിയിട്ട്. എത്ര പ്രാവശ്യം എന്നാ ഇപ്പം അടുത്ത് 2 ദിവസമായിട്ടുള്ളൂ എൻ്റെ മേലക്ക് ചാടിയപ്പോൾ ഒരു കാറ് വന്നു. അതുകൊണ്ട് ആ കാറിൻ്റെ മേലക്കാണ് പട്ടിയെടുത്ത് ചാടിയത്, അല്ലെങ്കിൽ എന്നെ കടിച്ചെന്ന് വിളിച്ചിട്ടുണ്ടാവും. ആളുകൾ കുറച്ചുകൊണ്ട് ഒതുങ്ങിയാൽ നടക്കാൻ കഴിയൂല. കടി കിട്ടില്ല. എത്ര പ്രാവശ്യം കടി കിട്ടി, എത്ര ആൾക്ക് കിട്ടി. ഇപ്പം മിഞ്ഞാന്ന് ഞാൻ പറയില്ല, അന്ന് എൻ്റെ ഇങ്ങനെ കടിച്ചത് സഞ്ചിക്കായി ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ. അല്ലെങ്കിൽ ആ കടി എൻ്റെ കാലിനാവുള്ളൂ. ഭയങ്കര ശല്യമാണ്. അതിനെന്തേലും ഒരു മാർഗങ്ങൾ കാണാം. തെരുവുനായ്ക്കൾക്ക് മുന്നിലേക്ക് കുട്ടികളെ, മനുഷ്യരെ ആകെ എങ്ങനെ അവരുടെ ജീവൻ പണയം വെച്ച് മനുഷ്യരെ ഇറക്കി വിടണോ, കുട്ടികളെ അവയ്ക്ക് മുന്നിലേക്ക് വിടണോ, ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്നുള്ള നിരവധി ആശങ്കയാണ് ഉയർന്നു വരുന്നത്.